ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫുഡീസിൻ്റെ ഓണം സ്പെഷ്യൽ ഫസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി എൻ്റെ ചാനലിൽ ഓണം വരെ ഓണസദ്യയ്ക്ക് വേണ്ട വിഭവങ്ങളാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ അതിലാദ്യം ഞാൻ ചെയ്യാൻ പോകുന്നത് സാമ്പാറാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ കുക്കറിലാണ് സാമ്പാർ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതാ സാമ്പാർ പരിപ്പ് എടുത്തിട്ടുണ്ട്. അത് ഏകദേശം ഒരു കപ്പില്ല, ഒരു 3/4 കപ്പോളം പരിപ്പാണ് എടുത്തേക്കുന്നത്. അത് ഞാൻ കഴുകി വെച്ചതാണ്. കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇനി നമുക്ക് മൂടി വെച്ച് വേവിക്കുക. ഒരു 2-3 വിസിലടിക്കുമ്പോഴത്തേക്കും പരിപ്പ് വെന്ത് കിട്ടും. പരിപ്പ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് തേങ്ങ വറുത്തെടുക്കാം. വേറൊരു പാന് സ്റ്റൗവിൽ വെക്കുക. പാൻ ചൂടാകുമ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. ഒരു 1/2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ. ഇനി അതിലേക്ക് ഒരു 5 അല്ലി ചെറിയുള്ളി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ ഒരു 5-8 അല്ലി വലിയ വെളുത്തുള്ളിയാണ്, ഒരു 5-8 അല്ലി ഇട്ട് കൊടുത്താൽ മതി. ഇതിപ്പോൾ ചെറുതായതുകൊണ്ട് ഞാൻ കുറച്ചധികം ഇട്ടിട്ടുണ്ട്. പിന്നെ 1/4 ടീസ്പൂൺ കുരുമുളക്, 1/4 ടീസ്പൂൺ ഉലുവ, ഇത്ര ഇട്ടിട്ട് നമുക്ക് ഒന്ന് വറുത്തെടുക്കണം. ജസ്റ്റ് തേങ്ങയിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി കഴിയുമ്പം അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഒരു ബ്രൗൺ കളർ വരുന്നോടം വരെ നമ്മൾ ഇളക്കണം. ഇപ്പോൾ ഏകദേശം ആകാറായിട്ടുണ്ട്. ആ സമയത്ത് നമുക്കിനി കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ആയി. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഞാനിതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്ര ഇട്ട് കൊടുത്ത് നന്നായിട്ട് ഇളക്കുക. മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. വറുത്ത മല്ലിപ്പൊടി ആയതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞേ ഇടുന്നുള്ളൂ. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പൊടികളൊക്കെ മൂക്കണം. ഈ സമയത്ത് ലോ ഫ്ലെയിമിലാക്കണം, അല്ലെങ്കിൽ പൊടി വേഗം കരിഞ്ഞു പോകും. ഇനി അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ജസ്റ്റ് ഒന്ന് ചൂടാക്കിയാൽ മതി. വറുത്തതാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് പരിപ്പ് വെന്തോന്ന് നോക്കാം. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഞാൻ ഓഫാക്കിയായിരുന്നു. 3 വിസിലടിച്ചിരുന്നു. അപ്പോൾ പരിപ്പൊക്കെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പച്ചക്കറി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതിലേക്ക് സാമ്പാറിന് എടുത്തേക്കുന്ന പച്ചക്കറി എന്താണെന്ന് വെച്ചാൽ ഒരു വാഴയ്ക്ക എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു ക്യാരറ്റ്, പിന്നെ ഒരു കിഴങ്ങ്, ഒരു പച്ചമുളക് എടുത്തിട്ടുള്ളൂ. എരിവ് വേണമെങ്കിൽ കൂടുതൽ എടുക്കാം. പിന്നെ ഒരു 6 വെണ്ടയ്ക്ക ചെറുതായി കട്ട് ചെയ്തതാണ് എടുത്തേക്കുന്നത്. പിന്നെ ഒരു തക്കാളി, പിന്നെ ഒരു 3 പയർ ചെറുതായി മുറിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തേക്കുന്നത് ഒരു ചെറിയ സവാള, പിന്നെ ഒരു മുരിങ്ങാക്കോല്. ഇത്രയും പച്ചക്കറിയാണ് ഞാൻ എടുത്തേക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വേറെ പച്ചക്കറി ഉണ്ടെങ്കിൽ മത്തനോ കുമ്പളോ അത് ഉണ്ടെങ്കിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ ഇത് നമുക്ക് വേവിച്ചെടുക്കാം. തക്കാളി, വെണ്ട, മുരിങ്ങക്കോല്, ഈ ഇത്രയും പച്ചക്കറി ഞാൻ കുറച്ച് കഴിഞ്ഞാണ് ഇടുന്നത്. ബാക്കിയെല്ലാം ഇപ്പം തന്നെ ഞാൻ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. മറ്റേത് നമ്മൾ ഇതേ ഒപ്പം ഇട്ടിട്ടുണ്ട്, അത് വെന്തുടഞ്ഞു പോകും. അപ്പോൾ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് വെണ്ടയ്ക്കയും തക്കാളിയും മുരിങ്ങക്കോലും ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്ര ഇട്ടിട്ട് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്ത് നമുക്ക് വേവിച്ചെടുക്കണം. ഈ ഒരു 3 ഐറ്റം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുക. ഇത് 1/4 ടീസ്പൂണിൻ്റെ സ്പൂണാണ്, അതുകൊണ്ടാണ് ഞാൻ 2 തവണ ഇട്ട് കൊടുക്കുന്നത്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക, വേവാനുള്ള മാത്രം. ഇനി ഒന്ന് ചുറ്റിച്ചൊന്ന് ഇളക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇനി കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. പച്ചക്കറി വേവാൻ അധികം വിസിലൊന്നും വേണ്ട, 1-2 വിസിലടിച്ചാൽ മതി. അപ്പോൾ ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് നേരത്തെ വറുത്ത് വെച്ച തേങ്ങ അരച്ചെടുക്കുക. അത് നന്നായി തണുത്തിട്ടുണ്ട്. ഞാൻ വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുക്കുന്നത്. അപ്പോൾ ഇത് നന്നായിട്ട് അരഞ്ഞ് കിട്ടില്ല, കാരണം ഇതിൽ ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് പൊടിഞ്ഞേ കിട്ടുള്ളൂ നമ്മൾ അരച്ചാലും. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം. നന്നായി പൊടിഞ്ഞ് കിട്ടും ഇത്. കണ്ട, ഇതേപോലെ നന്നായി പൊടിഞ്ഞാണ് കിട്ടിയേക്കുന്നത്. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ അരയ്ക്കുമ്പോൾ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കറീൻ്റെ ടേസ്റ്റ് കുറഞ്ഞു പോവും. അപ്പോൾ ഇനി ഇതിലേക്ക് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പൊടിയൊക്കെ നന്നായിട്ട് ആ വറുത്ത ഇത് കിട്ടും. ഇല്ല, വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു കളറിൽ നമുക്ക് കിട്ടത്തില്ല.
കുറച്ച് വെള്ളം ഒഴിച്ചപ്പോൾ കണ്ടില്ലേ, നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്, നല്ല അരപ്പിൻ്റെ രീതിയിലായിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. പച്ചക്കറിക്ക് ഒരു വിസിൽ വന്നിട്ടുണ്ട്, ഞാനത് ഓഫ് ചെയ്തിട്ടുണ്ട്. കുക്കറിലെ പ്രഷർ പോകുമ്പോഴത്തേക്കും നമുക്ക് ഈ വെണ്ടയ്ക്ക ഒന്ന് വഴറ്റിയെടുക്കണം. വെണ്ടയ്ക്ക ഇങ്ങനെ വഴറ്റിയെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സാമ്പാറിൽ ഒരു കൊഴുപ്പ് പോലെ തോന്നില്ല. ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ അതേപോലെ ആഡ് ചെയ്യുകയാണെങ്കിൽ ഭയങ്കര ഒരു കൊഴുപ്പ് പോലെ തോന്നും. അപ്പോൾ ജസ്റ്റ് അതിന് മുമ്പൊന്ന് വഴറ്റി കൊടുത്താൽ നല്ലതാണ്, നന്നായിട്ട് ഉടഞ്ഞും പോകില്ല. അപ്പോൾ ഇങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് നന്നായി വഴറ്റിയെടുത്താൽ മതി. അതിലൊരു ഒട്ടലുണ്ടാവും, ആ ഒട്ടൽ മാറുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് ഏകദേശമായി ഓഫ് ചെയ്തു ഞാൻ. ഇപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നമ്മുടെ പച്ചക്കറിയൊക്കെ വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയ പീസ് കായം ഇട്ട് കൊടുക്കാം. കായ പൊടിയാണെങ്കിൽ അത് മതി. ഇനി നമ്മൾ നേരത്തെ മാറ്റി വെച്ച മുരിങ്ങാക്കോല് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതേപോലെ തന്നെ തക്കാളിയും ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ വഴറ്റി വെച്ചിട്ടുള്ള വെണ്ടയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ വേവിക്കണം. ഇത് ഞാൻ ഒരു വിസിൽ വരുത്തുന്നില്ല, ജസ്റ്റ് ഒന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് കുക്ക് ചെയ്യുന്നുള്ളൂ. ഇത് മൂടി വെച്ച് വേവിക്കണം എന്നില്ല, അല്ലാതെ തന്നെ ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പം അധികം വേവില്ല ഇതിന്. ഇപ്പോൾ ഇതായിട്ടുണ്ട്, ഞാൻ കുറച്ച് നേരം ഒന്ന് കുക്ക് ചെയ്തോളൂ. പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ വെണ്ടയ്ക്കൊക്കെ വെന്തിട്ടുണ്ട്, ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. ഇനി നമുക്കിതിലേക്ക് അരപ്പ്, നേരത്തെ അരച്ച് വെച്ച അരപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ അരപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് വാളംപുളി ഞാൻ നേരത്തെ കുതിർത്ത് വെച്ചതാണ്, നന്നായി പിഴിഞ്ഞ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുറച്ച് ഉപ്പ് കുറവുണ്ട്, കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ട് കൊടുത്ത്. ഈ സമയത്ത് ഉപ്പും പുളിയും ഒക്കെ നോക്കണം, എന്നിട്ട് ആവശ്യത്തിന് നമ്മൾ ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ നന്നായി തിളയ്ക്കുന്നുണ്ട്, കറി ഏകദേശം ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വറവിട്ട് കൊടുക്കണം. ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. വേറൊരു പാൻ വെച്ചിട്ടുണ്ട് ഞാനിവിടെ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയിലേക്ക് 1 ടീസ്പൂണോളം കടുക് ഇട്ട് കൊടുക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമുക്കിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിത് കറിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ സാമ്പാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ സാമ്പാർ പൊടി ഒന്നും ചേർത്തിട്ടില്ല, നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ ചേർത്ത് മാത്രം തയ്യാറാക്കിയതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ പച്ചക്കറി ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, എല്ലാം കറക്റ്റ് പാകത്തിന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞ രീതിക്ക് ചെയ്തിട്ടുണ്ട്, നല്ലൊരു സാമ്പാർ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഓണത്തിന് എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം. അപ്പം ഞാൻ ഓരോ പച്ചക്കറി എടുത്ത് കാണിക്കുന്നുണ്ട്. ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല, ഒരുപാട് വെന്ത് പോയിട്ടില്ല, പാകത്തിനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം. ഈ ഓണത്തിന് എന്തായാലും ഈ സാമ്പാർ ഉണ്ടാക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു ഓണ വിഭവവുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.